ഓ, അങ്ങനെ ഒരു അബദ്ധം ഞാൻ ചെയ്തു. അത് നല്ല പടമല്ലേ? ഇനി എന്റെയൊക്കെ ഫേവറേറ്റ് മൂവിയാണ് പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറയുന്നത്. എത്ര വട്ടം കണ്ടാലും ഈ പറയുന്ന പോലെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒത്തിരി മൂവീസ് പഴയ കാലഘട്ടത്താണ് ഞാൻ പക്ഷെ അത് സംഭവിച്ചിട്ടുള്ളത്. വിചാരിച്ച മാതിരി ഇങ്ങ് കത്തിയില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ആ, അതിന് സങ്കടമുണ്ട്. ആ, പടം ഓടുകയൊക്കെ ചെയ്തു, നല്ല അഭിപ്രായമൊക്കെ വന്നതൊക്കെ ശരിയാണ്. ഉം, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച മാതിരി അല്ല ആ സിനിമ. ഉം, പുതിയൊരു എഴുത്തുകാരനാണ് ഉം, അയാൾ വലിയ എഴുത്തുകാരനായി. ഉം, പിന്നെ ഞങ്ങൾ വേറെ പടം ചെയ്തതൊന്നുമില്ല. ഉം, അത് ആ പടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനിയും കുറെ കൂടെ ഒക്കെ നന്നാക്കാമായിരുന്നു. അതെപ്പോഴും അങ്ങനെയുണ്ടല്ലോ, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉം, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന സംഭവങ്ങളുണ്ട്. ഉം. അത് ഭയങ്കര സാർ ഇത് ഡയറക്ഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്ത മൂവിയാണോ അല്ല സാർ? അല്ല അല്ലേ? ആ, അല്ല തീർച്ചയായിട്ടും അല്ല. എൻ്റെ ഒരു സുഹൃത്ത്, അതായത് ഈ സിന്ധുരാജ്, ആ ആ, സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറഞ്ഞു. ഉം, ഞാൻ പറഞ്ഞു, സിന്ധു, ഇത് കഥയൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് ആരെ ചെയ്യാൻ സാറേ, ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ അങ്ങനെ 3-4 ഡയറക്ടറെ അടുത്ത് ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തു. ആ, അവർക്കൊന്നും അത് താല്പര്യമില്ല. ഉം, അവസാനം ഇൻഫാക്ട് ദിലീപ് ഉം, പറഞ്ഞു, വിൻ ചേട്ടൻ ചെയ്താൽ പോരെ ഇത്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ചെയ്യാൻ, അത് പറ്റില്ല, വിൻ ചേട്ടന് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് ദിലീപിന്റെ ഒരു മേൽക്കൈ ഉണ്ട് അതിനകത്ത്, ഉം. ആ പടം ഞാൻ ചെയ്യാൻ. അങ്ങനെ ചെയ്ത മൂവിയാണ് പട്ടണത്തിൽ സുന്ദരൻ. അതിനുശേഷം പിന്നെ ചെയ്യണം എന്ന് തോന്നിയില്ല ഡയറക്ഷൻ? അതോടെ മതിയായി എനിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് മൂവിയിൽ വരുന്ന ഒരു മൂവി തന്നെയാണ് നല്ല പട്ടണത്തിൽ. മൂവിയായിരുന്നു, അതെ, നല്ല ഫീലിംഗ് ഒക്കെ ഉള്ള മൂവിയായിരുന്നു. പക്ഷെ അത് നല്ലൊരു സ്റ്റോറി പറയുന്നുണ്ട് അതില്. നല്ലൊരു സ്റ്റോറി, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഉം, എനിക്കതാണ് ഇഷ്ടപ്പെട്ട ആ പോയിന്റാണ്. ആ, എൻ്റെ ഭാര്യയ്ക്കും അതാണ് ഇഷ്ടമായത്. ജോലിക്ക് വിടൂല, ആ, കാരണം അങ്ങനത്തെ വളരെ റെയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അതെ. നല്ല സിനിമയായിരുന്നു അത്. ഇപ്പൊ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഭാര്യ അഭിനയിച്ച ഒരു പടത്തില് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനി അബദ്ധം എന്ന് പറയരുത്. അല്ല, അത് ഉം, അബദ്ധം എന്ന് പറഞ്ഞാല് ഞാറ്റടി എന്നൊരു സിനിമ ആ, നമ്മുടെ കൊടിയേറ്റൻ ഗോപിയാണ് ഡയറക്റ്റ് ചെയ്തത്. ഉം, അത് സംവിധാനം ചെയ്യാൻ ഗോപിച്ചേട്ടൻ എന്നെ വിളിക്കുകയും ഞാൻ പോവുകയും ഞാൻ ഷൂട്ടിങ് കഴിയുകയും അതിലൊരു പെൺകുട്ടി വരികയും ഉം, ആ പെൺകുട്ടിയോട് എനിക്കൊരു ഇഷ്ടം തോന്നുകയും ആ ഉം, കുട്ടിയെ കല്യാണം കഴിക്കുകയും ഉം. അതെൻ്റെ ഭാര്യയായിട്ട് കുടുങ്ങുകയും ചെയ്തു ഞാൻ. അങ്ങനെ ആദ്യം എനിക്കൊന്നു ഭാര്യ ചെയ്ത ഒരേ ഒരു സിനിമ അത് മാത്രമാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ കെട്ടി വീട്ടിൽ കൊണ്ടുപോയി അല്ലേ? പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ലൈക്ക് നിങ്ങൾ ഇങ്ങനെ പ്രണയിച്ചതിന്റെയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രണയത്തിന്റെ ഓർമ്മയില്ല, കാരണം ആ സമയമാകുമ്പോഴേക്കും എന്റെ പ്രണയമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു പോയി. എനിക്ക് പ്രണയം തോന്നാൻ ഇനി പെൺകുട്ടികളില്ലേ, കാരണം ഒരുപാട് പെട്ട പെൺകുട്ടികളൊക്കെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ഉം. അവ അന്ന് കോളേജിൽ കാസനോവ ആയിരുന്നോ? അല്ല, കാസനോവ അതല്ല. കാസനോവ അല്ല. ആ, ഇഷ്ടപ്പെട്ട ആ. പ്രണയം വരും, പക്ഷെ അത് അവര് വേറെ വഴിക്ക് പോകും, കാരണം ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഭാര്യയ്ക്ക് ഇപ്പൊ അറിയായിരുന്നോ ഇങ്ങനെ കുറെ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്? പിന്നെ അറിയാം, ആദ്യം അറിയില്ലായിരുന്നു, പിന്നെ മനസ്സിലായി ഇയാള് കുഴപ്പക്കാരനാണ്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് പറയുന്നത്. അതെ. ബുദ്ധിമാൻ. അത് കൊള്ളാം. അപ്പൊ ഇനി മക്കളിലേക്ക് വരുമ്പോഴത്തേനും എങ്ങനെയാണ്? മഞ്ജിമ ആൻഡ് വിവേക് അല്ലേ? അതെ, 2 മക്കളാണ് അതെ, ഉള്ളത്. എൻ്റെ മക്കളാണ്. മഞ്ജിമ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരമാണ്. മഞ്ജിമ മോഹൻ. അപ്പൊ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ഇവരുടെ? അല്ല, വിവേകിനും മഞ്ജിമയ്ക്കും തമ്മിൽ 12 വയസ്സത്തെ വ്യത്യാസമുണ്ട്. ഉം, രണ്ടുപേരുടെയും ഗ്യാപ്പ് ഭയങ്കരമാണ്. ഉം. മഞ്ജിമയാണോ മൂത്തത്? അല്ല, വിവേക് വിവേകാണ്. ഓക്കെ. മഞ്ജിമ പിന്നെയാണ് ഉം, ജനിച്ചത്. ഉം, ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഉം. ഭയങ്കര. മഞ്ജിമയായിരുന്നു എൻ്റെ പെറ്റ്. ആ, അതിപ്പോ ഇത്ര ഉറക്കെ പറയാൻ പറ്റില്ല, കാരണം മോൻ കണ്ടാൽ അങ്ങനെയായിരുന്നല്ലേ എന്ന് ആ, പറയുള്ളൂ. ആ. പക്ഷെ അവളെ തന്നെ എൻ്റെ പെറ്റ്, കാരണം അവളെയാണ് പാമ്പർ ചെയ്തുകൊണ്ട് നടന്നത്. ഓക്കെ. അതിനുശേഷമാണ് മോൻ പിന്നെ പഠിച്ച് അവന് വലിയ ആളായി മാറി. പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നും മോളെ സിനിമയിലേക്ക് വിട്ടതല്ല. ആഗ്രഹമേ ഇല്ല എന്നായിരുന്നു ഇല്ല, സർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ആ, ഇല്ലായിരുന്നു. അവളങ്ങ് സിനിമയിൽ ഇടിച്ചു കയറി പോയതാണ്. ആ. ഈ ബേബി ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ അത് അതെ. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ഉണ്ട് ഒരുപാട്. ഒത്തിരി പടങ്ങൾ ചെയ്തു. അതെങ്ങനെയാ അതിലേക്കൊക്കെ പോകുന്നത്? എൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് വരുമല്ലോ, ആ, എൻ്റെ ഭാര്യ ഉണ്ടാവും, അപ്പോൾ ആ, ഇവളും കൂടെ വരും. ആ, ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന പടങ്ങളൊക്കെ തന്നെ ആ, ഇപ്പൊ അനിൽ ബാബു ആയാലും ശരി, ആരായാലും ശരി, അവര് ചോദിക്കും മോളെ ആ ഒരു പടത്തില് ആ ഷോട്ടില്ല അതിൽ ഞാൻ പറഞ്ഞു അവൾ അറിഞ്ഞോട്ടെ, അവളെ വിട്ടേക്കാം, ഉം, ഞാൻ വിട്ടേക്കാന്ന് പറയും, അവള് ചെയ്തിട്ട് വരും. ഉം. അങ്ങനെയാണ് അവള് അഭിനയ എങ്ങനെയാ അത് എൻജോയ് ചെയ്ത് അങ്ങ് ചെയ്തോണ്ടായിരുന്നു? വേറെ ചെയ്യുന്നത്. പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആ, അവള് റിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ, അതുകൊണ്ടാണ്
കാരണം കരച്ചിലും ഒക്കെ ഭയങ്കര, എനിക്ക് അത് കാണുമ്പോൾ സങ്കടം വരും. എന്നാലും ഉം. നന്നായി ചെയ്യുമായിരുന്നു. അവാർഡും കിട്ടിയിട്ടുണ്ട്. ആ ചെറിയ അവാർഡ് പ്രായത്തിൽ തന്നെ അവാർഡും ഉവ്വ്. മേടിച്ചു. ഇപ്പൊ എങ്ങനെയാണ് മഞ്ജിമയുടെ ഒരു കരിയർ പോകുന്നത്? ഇപ്പം ഇപ്പൊ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കണം, അല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യം. അവർ രണ്ടുപേരും ഹാപ്പിയാണ്. അവള് ഞാനിപ്പോ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ അവളുടെ ഒരു വെബ് സീരീസ് ഉണ്ട്, ചൂഴൽ എന്ന് പറയും. ഉം. നല്ല മീൻസ് അവൾക്ക് ബെസ്റ്റ് ആക്ട്രസ്, കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ആക്ട്രസ് ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ എന്തൊക്കെ ഉം. ട്രോഫി ചെയ്തു. അവൾ നല്ല ആർട്ടിസ്റ്റാണ്. ഉം. അവള് പറഞ്ഞോളാം എന്തൊക്കെ സംഭവിക്കാൻ പോകും. ഈ ഓൺ സെറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പഴയ കാലം കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഞാൻ കേട്ടിരിക്കുന്ന 15-20 ദിവസങ്ങളിലൊക്കെ ഒരു സിനിമ തീർക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് അന്നത്തെ കാലഘട്ടത്ത്. അന്ന് അത്രയും ടെക്നിക്കലി വളരെ കുറവാണ് ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇന്ന് ടെക്നീഷ്യൻസും കാര്യങ്ങളും എല്ലാം മെച്ചമായെങ്കിൽ പോലും ഇന്ന് 100ഉം 150 ദിവസവും ഒക്കെ എടുത്താണ് ഓരോ പടങ്ങൾ ഷൂട്ട് ചെയ്ത് തീർക്കുന്നത്. ആ ഒരു ഡിഫറൻസ് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നിട്ട് പോലും വിജയം കൈവരിച്ച ഒത്തിരി പടങ്ങൾ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം. ഇന്നിപ്പോ അത് അത്ര ഇല്ലല്ലോ. ഇന്നിപ്പോ 150 ദിവസം ഷൂട്ട് ചെയ്താലും പടം ഓടണമെന്നില്ല. പടം ഓടാതിരിക്കാനുള്ള കാരണങ്ങളാണ് 100. ഉം. ഓടാനുള്ള കാരണങ്ങൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത പടങ്ങൾ പലതും തന്നെ ഓടിയിട്ടില്ല. ഉം. പിന്നെ ഇപ്പോൾ ഓഫ്കോഴ്സ് ഡിഫറൻസ് ആയി, ഭയങ്കരമായി ഡിഫറെൻ്റ് ആയി. ഉം. അതിൻ്റെ ഒരു കാലഘട്ടം ഉണ്ട്. ഇപ്പോൾ ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഒത്തിരി രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ മൂവി സെറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ മൂവി എടുക്കുന്ന രീതിയാണെങ്കിലും ഇപ്പൊ പുതിയ പടങ്ങൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പഴയ കാലഘട്ടത്തിൽ നിന്നും മാറ്റങ്ങൾ വരുമ്പോൾ മാറും. എന്നാലും സാർ ഇന്നത്തെ ജനറേഷനിൽ സാർ നോക്കിക്കാണുന്നത് ഇവനൊരു മിടുക്കനാണ് അല്ലെങ്കിൽ ഇവളൊരു മിടുക്കിയാണെന്നുള്ള രീതിയിൽ സാർ നോക്കിക്കാണുന്ന ആരെങ്കിലും സാറിന് പറയാമോ? ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തന്നെ മിടുക്കന്മാരും ആ. ചെറുപ്പക്കാരികളായാലും ശരി മിടുക്കികളുമാണ്. ഉം. അഭിനയത്തിലായാലും ശരി, ഉം. ഇപ്പൊ ക്യാമറ ആയാലും ശരി, ഉം. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആയാലും ശരി, ഉം. മ്യൂസിക് ആയാലും ശരി, എല്ലാം അതിൻ്റെതായ ഓരോ ലേബലുണ്ട്. ഉം. അല്ലാണ്ട് തട്ടിക്കൂട്ട് നടക്കില്ല. ഉം. നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല, അതെ. ജനത്തിനെ പറ്റിക്കാൻ പറ്റില്ല. ജനം നന്നായിട്ട് കാണുന്നവർ നല്ല ബോധത്തോടെയാണ് സിനിമ കാണുന്നത്. ഉം. വളരെ നന്നായിട്ട് കണ്ടിട്ട് ആൾക്കാർ അതിനെ, ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ സിനിമ വളരെ കുറച്ച് കാണാറുണ്ട്. തിയേറ്ററിൽ പോയി മൂവി കാണാറുണ്ട്. കാണാറുണ്ട്. ലാസ്റ്റ് കണ്ട പടം ഏതായിരുന്നു സാർ? ലാസ്റ്റ് കണ്ട പടം എന്ന് പറഞ്ഞാല് സർവമായ. സർവമായ കണ്ടു. ലോക കണ്ടായിരുന്നോ സാർ? ലോക കണ്ടില്ല. കണ്ടില്ല. ലോക കണ്ടില്ല വെച്ചാൽ കാരണം ഒരു ഇംഗ്ലീഷ് ഫിലിമാണെന്ന് ഉം. നേരത്തെ അറിയാമെന്നോണ്ട് ഞാനത് കണ്ടില്ല. ഓക്കെ. സർവമായ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. ഓക്കെ. എനിക്ക് സർവമായ ഇഷ്ടമായി. എനിക്ക് അങ്ങനത്തെ സബ്ജക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എനിക്ക് ഫീൽ ചെയ്തത് സാർ എപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ഭയങ്കര രീതിയിൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള ആളാണ്. അതെ. അപ്പൊ ഒത്തിരി അഭിപ്രായം സാർ നല്ല രീതിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലാലേട്ടനായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് സാർ? ലാല് ഏറ്റവും കൂടുതൽ എന്നെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത നടനാണ് ലാല്. ലാലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു എഴുതി വെക്കാൻ പറ്റില്ല ഈ ലാൽ ഇങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന്.